ഗേസ്, ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ വ്ളോഗുമായിട്ടോ വന്നിരിക്കുന്നത്. ഇന്നത്തെ വ്ളോഗ് എന്താണെന്നല്ലേ, ഞങ്ങളുടെ യോഗ ക്ലാസ് ആട്ടോ കാണാൻ പോണത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ ഗവൺമെൻറ് ആയുർവേദിക് ഡിസ്പെൻസറിയും കൂടിയാണ് കേട്ടോ ഈ യോഗ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുള്ളത്. തികച്ചും സൗജന്യമായിട്ടോ ഇവിടെ യോഗ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ടീച്ചറെ പരിചയപ്പെടാം കേട്ടോ. എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ക്ലാസ് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ദിശ ടീച്ചർ. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പ്രാർത്ഥനാ സ്ഥിതിയിലേക്ക് വരാം. വജ്രാസനം. വലത് കാൽമുട്ട് മടക്കാം, ഇടത് കാൽമുട്ട്, രണ്ട് കൈ കാലിൽ കമിഴ്ത്തി വയ്ക്കാം, നട്ടെല്ല് നിവർത്തിരിക്കും. സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കാം, ശാന്തമായി കണ്ണുകൾ ഉള്ളിലേക്ക് അടയ്ക്കാം. കാൽ വിരലു മുതൽ ശിരസ് വരെയുള്ള ശരീരഭാഗം പൂർണ്ണമായും ലൂസ് ചെയ്ത് കൊടുക്കാം. ശരീരത്തെ ഒട്ടും ബലം പിടിക്കാതിരിക്കാം. ഷോൾഡർ ലൂസ് ചെയ്ത് കൊടുക്കാം. മുഖപേശികൾ അയച്ചു കൊടുക്കാം. സന്തോഷത്തോടുകൂടി ചെറുപുഞ്ചിരിയോട് കൂടിയിരിക്കാം. പൂർണ്ണമായും ശ്രദ്ധയെ നമ്മുടെ യോഗ ഹാളിലേക്കും നിങ്ങളിരിക്കുന്ന യോഗ മാറ്റിലേക്കും ഒക്കെ ശ്രദ്ധയെ കൊണ്ടുവരാം. ദീർഘമായൊരു ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാം. സാവധാനത്തിൽ പുറത്തേക്ക് വിടാം. പൂർണ്ണമായും ശ്രദ്ധയെ നിങ്ങളുടെ ശ്വാസഗതിയിലേക്ക് മാത്രം കൊണ്ടുവരിക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായ ആ ചലനത്തിലേക്ക് ശ്രദ്ധിക്കാം. പൂർണ്ണമായും ശ്രദ്ധയെ ശ്വാസഗതിയിലേക്ക് മാത്രം കൊണ്ടുവന്ന് 3 പ്രാവശ്യം ദീർഘമായി ശ്വാസം എടുക്കുകയും സാവധാനത്തിൽ പുറത്തേക്ക് വിടുകയും ചെയ്യാം. കൈകൾ കൂപ്പി നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പ്രാർത്ഥന ഓരോവരും ചൊല്ലിത്തരാം. കൈകൾ ചേർത്ത് പിടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക് തന്നെയാണ്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം മുന്നിലേക്ക് നമസ്കരിക്കാം. യോഗ നമസ്കാരം. നാം ആരാധിക്കുന്ന ദൈവത്തിന്റെയോ മാതാപിതാക്കളുടെയോ ഗുരുക്കന്മാരുടെയോ കാലിലാണ് നമസ്കരിക്കുന്നതെന്ന് സങ്കല്പിക്കാം. അവരുടെ ഇരു കൈകളും നിങ്ങളുടെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കുന്നതായി സങ്കല്പിക്കാം. സാവധാനത്തിൽ സന്തോഷത്തോടുകൂടി നിവർന്നു വരാം. കൈ റിലീസ് ചെയ്യാം. നന്നായി കൈകൾ ചേർത്ത് കൂട്ടി ഉരസുക. കൈവെള്ളയിൽ ചൂട് അനുഭവപ്പെട്ടതിന് ശേഷം നെറ്റിയിൽ 3 പ്രാവശ്യം മൃദുവായി മസാജ് ചെയ്യാം. ഫേഷ്യൽ മസാജ്. വീണ്ടും നന്നായി ചൂടാക്കി കണ്ണിന് ചുറ്റും വീണ്ടും നന്നായി കൈവെള്ള ചൂടാക്കിയ ശേഷം നെറ്റി മുതൽ മുഖപേശികൾ മുഴുവനായിട്ടൊന്ന് മസാജ് ചെയ്യാം. സന്തോഷത്തോടുകൂടി ചെറുപുഞ്ചിരിയോടുകൂടി
കൈവെള്ളയിലേക്ക് നോക്കി കണ്ണുകൾ തുറക്കാം. കൈ റിലീസ് ചെയ്യാം. കാലുകൾ ഓരോന്നായി നീട്ടി വയ്ക്കാം. സാവധാനത്തിൽ എഴുന്നേറ്റ് നിൽക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കാം. കൈകൾ അരക്കെട്ടിൽ വയ്ക്കാം. ആദ്യം കഴുത്തിന്റെ എക്സസൈസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പ് ആൻഡ് ഡൗൺ ബ്രീത്തിങ്. താടി നെഞ്ചിൽ മുട്ടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക്. സ്ട്രൈറ്റ് ആയിട്ട് പിടിക്കാം. ഇനി രണ്ട് വശങ്ങളിലേക്കും. ആദ്യം വലത് ഭാഗം. ഇടത് ഭാഗത്തേക്ക്. സംശയമുള്ളവർ കണ്ണ് തുറന്ന് ചെയ്യാം. രണ്ട് വശങ്ങളിലേക്കും ചിരിക്കുകയാണ്. ഇനി നെക്ക് റൊട്ടേഷൻ ആണ്. താടി നെഞ്ചിൽ മുട്ടിക്കാം. സെന്റർ. ഇനി ഇടതു ഭാഗത്തൂടെ ആവർത്തി ചെയ്യാം. താടി നെഞ്ചിൽ മുട്ടിക്കാം. റിലീസ്. സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. കൈകൾ റിലീസ്. ഇനി ഷോൾഡർ സ്ട്രെച്ചിങ് ആണ്. കൈകൾ വശങ്ങളിലൂടെ മുകളിലേക്ക് ഉയർത്താം. റിലീസ്. ഷോൾഡർ റൊട്ടേഷൻ. കൈകൾ ഷോൾഡറിൽ വയ്ക്കാം. ആദ്യം മുകളിലൂടെ 5 പ്രാവശ്യം ചെയ്യാം. റിവേഴ്സ് 5 പ്രാവശ്യം. സോറി, 1 2 3 പറയാം. 1 2 3 4 5. റിവേഴ്സ്. 1 2 3 4 5. റിലീസ്. ഇനി ഷോൾഡർ ട്വിസ്റ്റിംഗ് ആണ്. കൈ മുന്നിലേക്ക് നീട്ടി പിടിക്കാം. വശങ്ങളിലേക്ക്. റിലീസ്. കൈ റിലീസ് ചെയ്യാം. ഇനി നീ ബെൻഡി. കൈ മുന്നിലേക്ക് നീട്ടി പിടിക്കാം. കാൽമുട്ടിലിരിക്കും. എഴുന്നേൽക്കുവാണ്. 1 2 1
2 1 2 റിലീസ്. കൈ റിലീസ് ചെയ്യാം. ഇനി നിന്നുകൊണ്ട് ചെയ്യുന്ന യോഗാസനങ്ങളാണ്. കാലുകൾ ചേർത്ത് വെക്കാം. താടാസനം. ഏകം, കൈകൾ ഷോൾഡർ ലെവൽ കൊണ്ടുവരാം. ദ്വേ, കൈ പത്തി മലർത്താം. ത്രീനി, മുകളിലേക്ക് തൊഴുത്ത് പിടിക്കാം. ചത്വാരി, കൈ ലോക്ക് ചെയ്യാം. തലയുടെ പുറകിലേക്ക് കൊണ്ടുപോകാം. മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. നന്നായി വലിച്ചു പിടിക്കാം. കാൽ വിരൽ മുതൽ കൈ വിരലിന്റെ അറ്റം വരെ മുകളിലേക്ക് നന്നായിട്ട് വലിക്കാം. ശരീരത്തെ ഒട്ടും ലോസ് ആക്കി കൊടുക്കാതെ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യാം. ഉദരഭാഗം ഉള്ളിലേക്ക് വലിച്ചു പിടിക്കാം. പഞ്ച, തൊഴുത് പിടിക്കാം. മുകളിൽ ഷഡ്, കൈവശങ്ങളിലേക്ക് കൊണ്ടുവരാം. സപ്ത, അഷ്ട. അടുത്തത് വൃക്ഷാസനം. വലത് കാലാദ്യം. ഏകം, വലത് കാൽ വിട്ടുമടക്കാം. ദ്വേ, ത്രീനി, കൈപ്പത്തി മലർത്താം. ചത്വാരി, തൊഴുത് പിടിക്കാം. മുകളിൽ തൊഴുത് പിടിക്കാം. പഞ്ച, കൈ ഷോൾഡർ ലെവലിൽ കൊണ്ടുവരാം. ഷഡ്, സപ്ത, അഷ്ട. ഓപ്പോസിറ്റ് ഇടത് കാലം ചെയ്യാം. ഏകം, ദ്വേ, ത്രീനി, ചത്വാരി, തൊഴുത് പിടിക്കാം. പഞ്ച, ഷഡ്, സപ്ത, അഷ്ട. സാവധാനം റിലീസ് ചെയ്യാം. അടുത്തത് പാദഹസ്താസനം. ഏകം, കൈ ഷോൾഡർ ലെവൽ കൊണ്ടുവരാം. ദ്വേ, കൈപ്പത്തി നിർത്താം. ത്രീനി, ചത്വാരി, മുന്നിലേക്ക് ബെൻഡ് ചെയ്യാം. പഞ്ച, നേരെ നിവർന്നു വരാം. ഷഡ്, സപ്ത, അഷ്ട. അടുത്തത് അർദ്ധചക്രാസനം. ഏകം, രണ്ട് കൈയും അരക്കെട്ടിന്റെ പുറകിലായിട്ട് വയ്ക്കാം. ദ്വേ, ബാക്കിലേക്ക് ബന്ധി. ത്രീനി, നേരെ നിവർന്നു വരാം. ചത്വാരി, കൈ റിലീസ് ചെയ്യാം. ഇനി വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കാം. എല്ലാവരും യോഗ മാറ്റിന്റെ സെൻട്രലായിട്ട് നിൽക്കാം. ത്രികോണാസനം. ആദ്യം വലത് കാല്. ഏകം, വലത് കാല് അകറ്റി വയ്ക്കാം. ദ്വേ, കൈ ഷോൾഡർ കൊണ്ടുവരാം. ത്രീനി, വലത് ഭാഗത്തേക്ക് ബെൻഡ് ചെയ്യാം. ചത്വാരി, ഇടത് കൈയിലേക്ക് നോക്കാം. പഞ്ച, തല സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. ഷഡ്, നിവർന്ന് വരാം. സപ്ത, കൈ റിലീസ് ചെയ്യാം. അഷ്ട, വലത് കാല് ചേർത്ത് വയ്ക്കാം. ഇടത് കാലം ആവർത്തിച്ച് ചെയ്യാം. ഏകം, ദ്വേ, ത്രീനി, ചത്വാരി, വലത് കൈയിലേക്ക് നോക്കാം. പഞ്ച, നേരെ തല സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കാം. ഷഡ്, നിവർന്ന് വരാം. സപ്ത, കൈ റിലീസ് ചെയ്യാം. അഷ്ട, കാലുകൾ ചേർത്ത് സാവധാനത്തിൽ തിരിഞ്ഞു നിൽക്കാം. ഇരിക്കാം. എല്ലാവരും ദണ്ഡാസന സ്ഥിരീകരിക്കാം. കാലുകൾ നീട്ടി കൈകൾ ഇരുവശങ്ങളിലായിട്ട് വയ്ക്കാം. ആദ്യം ഭദ്രാസനമാണ്. ഏകം, വലത് കാൽമുട്ട് മടക്കാം. ദ്വേ, ഇടത് കാൽമുട്ട്. ത്രീനി, കൈകൊണ്ട് കാലിൽ കോർത്ത് പിടിക്കാം. ചത്വാരി, നട്ടെല്ല് നിവർത്തി കണ്ണുകൾ അടയ്ക്കാം. പഞ്ച, കണ്ണുകൾ തുറക്കാം. ഷഡ്, വലത് കാലിലേക്ക് വയ്ക്കാം. സപ്ത, മറ്റേ കാലിൽ നിവർത്തി. അടുത്തത് വജ്രാസനം. ഏകം, വലത് കാൽമുട്ട് മടക്കാം. ദ്വേ, ഇടത് കാൽമുട്ട്. ത്രീനി, കൈകൾ കാലിൽ കമഴ്ത്തി വയ്ക്കാം. ചത്വാരി, കണ്ണുകൾ അടയ്ക്കാം. പഞ്ച, സാവധാനത്തിൽ കണ്ണുകൾ തുറക്കാം. ഇനി ഉഷ്ട്രാസനം. ഏകം, കാൽമുട്ടിൽ നിവരാം.
വശക്കാല് കുറച്ച് അകറ്റി വയ്ക്കാം. കാൽമുട്ടിന്റെ ഭാഗം പുറകിലും. ദ്വേ കൈകൾ അരക്കെട്ടിൽ വയ്ക്കാം. ത്രീനി ബാക്കിലേക്ക് ബെൻഡ് ചെയ്യാം. അർദ്ധ ഉഷ്ട്രാസനം. ചത്വാരി നേരെ നിവർന്നു വരാം. പഞ്ച സാവധാനത്തിലിരിക്കാം. ഷഡ് വലത് കാലം നീട്ടി വയ്ക്കാം. സപ്ത മറ്റേ കാലം നീട്ടി. ഇനി വക്രാസനാണ്. ആദ്യം വലത് കാല്. ഏകം വലത് കാൽമുട്ട് മടക്കാം. ദ്വേ വലത് കൈ നട്ടലിന്റെ പുറകിലായിട്ട് വയ്ക്കാം. ത്രീനി ഇടത് കൈ ഉയർത്തി കാല് ചുറ്റി പിടിക്കാം. ചത്വാരി വലത് ഭാഗത്തു കൂടെ പുറകിലേക്ക് നോക്കാം. ഷോൾഡർ നന്നായിട്ട് തിരിക്കാം. പഞ്ച തല മാത്രം തിരിക്കാം. ഷഡ് ചുറ്റിപ്പിടിച്ച കൈ റിലീസ് ചെയ്യാം. സപ്ത പുറകിൽ വെച്ച കൈ. അഷ്ട കാലുകൾ ഇടത് കാലം ആവർത്തിച്ച് ചെയ്യാം. ഏകം ഇടത് കാൽമുട്ട്. ദ്വേ ഇടത് കൈ നട്ടലിന്റെ പുറകിലായിട്ട് വയ്ക്കാം. ദ്വേ ത്രീനി കാൽ ചുറ്റി പിടിക്കാം. ചത്വാരി ഇടത് ഭാഗത്തിലൂടെ പുറകിലേക്ക് നോക്കാം. പഞ്ച നേരെ തലത്തിരിക്കാം. ഷഡ് ചുറ്റിപ്പിടിച്ച കൈ റിലീസ് ചെയ്യാം. സപ്ത അഷ്ട കാലുകൾ നീട്ടി. ഈ സാവധാനത്തിൽ കമിഴ്ന്ന് കിടക്കാം. കൈ മുന്നിലേക്ക് നീട്ടി പിടിക്കാം. കാലുകൾ ചേർത്ത് വയ്ക്കാം. ഭുജംഗാസനം. ഏകം രണ്ട് കൈ നെഞ്ചിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ദ്വേ ത്രീനി സാവധാനത്തിൽ റിലീസ് ചെയ്യാം. ചത്വാരി കൈ മുന്നിലേക്ക് നീട്ടിപ്പിടിക്കും. അടുത്തത് അർദ്ധ ശലഭാസനാണ്. ഏകം രണ്ട് കൈ ശരീരത്തോട് നീട്ടി വെക്കാം. താഴെ താടി തറയിൽ വെക്കാം. ആദ്യം വലത് കാലാണ്. അർദ്ധശലഭാസനം. ഏകം വലത് കാൽ ഉയർത്താം. ദ്വേ ഇടത് കാലുകൊണ്ട് അടിയിൽ സപ്പോർട്ട് ചെയ്യാം. ഇളകാതെ മെയിൻറ്റെയിൻ ചെയ്യാം. പഞ്ച സപ്പോർട്ട് ചെയ്ത കാൽ റിലീസ് ചെയ്യാം. ഷഡ് അതേപോലെ ഓപ്പോസിറ്റും ചെയ്യാം. ഏകം ഇടത് കാൽ ഉയർത്താം. ദ്വേ മറ്റേ കാലുകൊണ്ട് സപ്പോർട്ട് ചെയ്യാം. ലഗാതെ മെയിൻറ്റെയിൻ ചെയ്യാം. ത്രീനി സപ്പോർട്ട് ചെയ്ത കാൽ റിലീസ് ചെയ്യാം. ചത്വാരി മറ്റേ കാൽ റിലീസ് ചെയ്യാം. കൈകൾ മുകളിലേക്ക് നീട്ടി വയ്ക്കാം. മകരാസന പൊസിഷനിലേക്ക് വരാം. കാലുകൾ വശങ്ങളിലേക്ക് ചെരിച്ചു വയ്ക്കുക. കാൽ നന്നായിട്ട് അകറ്റാം. വശങ്ങളിലേക്ക് ചെരിച്ചു വയ്ക്കുക. കൈ ഇതുപോലെ മകരാസനം. മകരാസന പൊസിഷനിലേക്ക് വരാം. വശങ്ങളിലേക്ക് ചെരിച്ചു. സാവധാനത്തിൽ മലർന്ന് കിടക്കാം. കാലുകൾ ചേർത്ത് വെക്കാം. രണ്ട് കൈ തലയ്ക്ക് മുകളിൽ നീട്ടി വെക്കാം. നീട്ടി വെക്കാം. കാലുകൾ ചേർത്ത് വെക്കാം. അർദ്ധ ശലഭാസനം. ആദ്യം വലത് കാല്. ഏകം വലത് കാലം മുകളിലേക്ക് ഉയർത്താം. ദ്വേ കാൽമുട്ട് മടക്കാം. ത്രീനി കൈ കൊണ്ട് കോർത്ത് പിടിക്കാം. ചത്വാരി നെറ്റി പിടിക്കാം. പഞ്ച തല റിലീസ് ചെയ്യാം. ഷഡ് കൈ മുകളിലേക്ക്. സപ്ത അഷ്ട
സാവധാനത്തിൽ റിലീസ്. കൂടുതൽ കാലം ആവർത്തിച്ച് ചെയ്യാം. ഏകം ദ്വേ ത്രീണി കൈകൊണ്ട് പുറത്ത് പിടിക്കാം. ചത്വാരി നീട്ടി. പഞ്ച തല മാത്രം റിലീസ് ചെയ്യാം. ഷഡ് കൈ മുകളിലേക്ക് നീട്ടാം. സപ്ത അഷ്ട. ഇനി പൂർണ്ണ ശലഭാസനം, പൂർണ്ണ പവനമുക്താസനം. ഏകം രണ്ട് കാലം ഒരുമിച്ച് ചേർത്താം. ദ്വേ കാൽമുട്ടം എടുക്കാം. ത്രീണി കൈകൊണ്ട് കോർത്ത് പിടിക്കാം. ചത്വാരി നീട്ടി പിടിക്കാം. പഞ്ച തല മാത്രം റിലീസ് ചെയ്യാം. ഷഡ് സപ്ത അഷ്ട. അടുത്തത് സേതുബന്ധനാസനം. ഏകം രണ്ട് കാൽമുട്ട് മടക്കാം. ദ്വേ കൈകൊണ്ട് കോർത്ത് പിടിക്കുക കണങ്കാല്. ത്രീണി അരക്കെട്ടിന്റെ ഭാഗം മുകളിലേക്ക് ഉയർത്താം. ചത്വാരി അരക്കെട്ടിന്റെ ഭാഗം റിലീസ് ചെയ്യാം. പഞ്ച കാലുകൾ നീട്ടി വെക്കാം. ഇരു കൈകളും മുകളിലേക്ക് വെക്കാം. കാലുകൾ ചേർത്ത് വെക്കാം. ഉത്ഥാന പാദാസനം. രണ്ട് കാലും ഒരുമിച്ച് ചേർത്താം. ഏകം ദ്വേ സാവധാനത്തിൽ റിലീസ് ചെയ്യാം. കൈകൾ താഴെ വയ്ക്കാം. കാല് നന്നായിട്ട് അകറ്റി വയ്ക്കും. കൈ പത്തി വളർത്തി വയ്ക്കാം. തല ഒരു വശത്തേക്ക് ചിരിച്ചു വെക്കാം. സാവധാനത്തിൽ കണ്ണുകൾ അടയ്ക്കാം. ശാന്തമായി കണ്ണുകൾ ഉള്ളിലേക്ക് അടയ്ക്കാം. കാൽവിരൽ മുതൽ ശിരസ് വരെയുള്ള ശരീരഭാഗം പൂർണ്ണമായി ലൂസ് ചെയ്ത് കൊടുക്കാം. ബലം പിടിക്കാതെ കിടക്കാം. ശരീരഭാരം മുഴുവനായി ഭൂമിക്ക് വിട്ടുകൊടുക്കാം. ഭാരമില്ലാത്ത ശരീരമാണ് ഇവിടെ കിടക്കുന്നതെന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കാം. ബോധപൂർവം ശരീരത്തെ ലൂസാക്കി കൊടുക്കാം. ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗം ബലം പിടിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് ബോധപൂർവം യൂസ് ചെയ്ത് കൊടുക്കാം. മുഖപേശികൾ പൂർണ്ണമായി അയച്ചു കൊടുക്കാം. സന്തോഷത്തോടുകൂടി ചെറുപുഞ്ചിരിയോടുകൂടി കിടക്കാം. ദീർഘമായൊരു ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാം. സാവധാനത്തിൽ പുറത്തേക്കുള്ള ശ്വാസം എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ സമയം കൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടാം. പൂർണ്ണമായും ശ്രദ്ധയെ ശ്വാസഗതിയിലേക്ക് മാത്രം കൊണ്ടുവന്ന് 5 പ്രാവശ്യം ദീർഘമായി ശ്വാസം എടുക്കുകയും സാവധാനത്തിൽ പുറത്തേക്ക് വിടുകയും ചെയ്യും. ുന്ന സന്തോഷകരമായ കാര്യങ്ങളെ മാത്രം ഓർക്കാം.
വൈബ്രേഷൻ ശരീരം മുഴുവനായും വ്യാപിക്കുന്നത് അറിയുക. കണ്ണുകൾ തുറക്കാം. സാവധാനത്തിൽ എഴുന്നേറ്റിരിക്കാം. വലത് കൈ തലക്കടിയിലേക്കാം. ഒരു തലയണ പോലെ വലത് കൈ വയ്ക്കാം. ഇടത് കാൽമുട്ട് മടക്കാം. വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കാം. ശരീരഭാരം മുഴുവനായും വലത് ഭാഗത്ത് കേന്ദ്രീകരിക്കാം. സാവധാനത്തിൽ എഴുന്നേറ്റ് വജ്രാസനത്തിലോ സുഖാസനത്തിലോ അർദ്ധപത്മാസനത്തിലോ ഇരിക്കാം. നിങ്ങൾക്ക് സുഖമായി എങ്ങനെയാണോ ഇരിക്കാൻ കഴിയുന്നത് അതുപോലെ ഇരിക്കാം. നട്ടെല്ല് നിവർത്തിയിരിക്കാം. അടുത്തത് പ്രാണായാമമാണ്. നാഡീശുദ്ധി പ്രാണായാമം. ഇടത് കൈ ചിന്മുദ്രയിൽ പിടിക്കാം. വലത് കൈ നാസിക മുദ്രയിൽ പിടിക്കാം. 5 റൗണ്ടാണ് നമ്മൾ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാൻ വിചാരിക്കുന്നു. ഇടത് മുക്കിലൂടെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാം. വലത് മുക്കിലൂടെ പുറത്തേക്ക് വിടാം. വീണ്ടും വലത് മുക്കിലൂടെ ശ്വാസം എടുത്ത് ഇടത് മുക്കിലൂടെ പുറത്തേക്ക് വിടാം. അതാണ് ഒരു റൗണ്ട്. അതുപോലെ 5 റൗണ്ട് നമ്മൾ ചെയ്യും. ഞാൻ ഇൻഹേൽ എന്ന് പറയുന്നതിനനുസരിച്ച് ശ്വാസത്തെ എടുക്കാം. നാഡീശുദ്ധി പ്രാണായാമം സ്റ്റാർട്ട് ചെയ്യാം. നോർമൽ ബ്രീത്തിങ്. 2 മുക്കിലൂടെയും ശ്വാസത്തെ എടുക്കുകയും വിടുകയും ചെയ്യാം. അടുത്തത് ശീതളി പ്രാണായാമം. നാക്ക് മുകളിലേക്ക് മടക്കാം. ദീർഘമായ ശ്വാസം വായുവിലൂടെ എടുക്കാം. മൂക്കിലൂടെ പുറത്തേക്ക് വിടാം. 5 പ്രാവശ്യം ആവർത്തിച്ച് ചെയ്യാം. അടുത്തത് ഭ്രമരി പ്രാണായാമം. 2 ചെവികളും ചൂണ്ടുവിരലും കൊണ്ട് അടയ്ക്കാം. നട്ടൽ നിവർത്തിയിരിക്കാം. ഭ്രമരി പ്രാണായാമം. ശ്വാസം എടുത്തുകൊണ്ട് ദീർഘമായി ശ്വാസം എടുക്കാം. ശ്വാസം വിടുന്ന സമയത്ത് വണ്ട് കൂടുന്ന ശബ്ദം പുറത്തേക്ക് വിടാം.
ദീർഘമായ ഒരു ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കാം. സാവധാനത്തിൽ പുറത്തേക്ക്. കൈകൾ കൂപ്പി നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ക്ലോസിംഗ് പ്രയർ. ഓം ശാന്തി. കൈകൾ പ്രതി ചേർത്ത് പിടിക്കാം. ശ്വാസം എടുത്തുകൊണ്ട് പുറകിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് സാവധാനം നെറ്റി തറയിലേക്ക്. യോഗ നമസ്കാരം. സാവധാനത്തിൽ സന്തോഷത്തോടുകൂടി വരുന്നവരാ. കൈ റിലീസ് ചെയ്യാം. നന്നായിട്ട് ചൂടാക്കുക. കൈവിടാം. നെറ്റി മുതൽ മുഖപേശികൾ മുഴുവനായിട്ട് മസാജ് ചെയ്യാം. സന്തോഷത്തോടുകൂടി കൈകളിലേക്ക് നോക്കി കണ്ണുകൾ ചിമ്മി ചിമ്മി തുറക്കാം. റിലീസ്. കൈ റിലീസ് ചെയ്യാം. കാലുകൾ മുഴുവനായി വയ്ക്കുക. എല്ലാവർക്കും നന്നായി ചെയ്യാൻ പറ്റിയില്ലേ? താങ്ക്സ് ഫോർ വാച്ചിങ്.